പത്തനംതിട്ടയിൽ കോയമ്പത്തൂരിലേക്ക് സർവീസ് ആരംഭിച്ച റോബിൻ ബസ് വീണ്ടും തടഞ്ഞു. മൂവാറ്റുപുഴയ്ക്ക് സമീപം ആനിക്കാട് വെച്ച് ബസ് തടഞ്ഞ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ രേഖകൾ പരിശോധിച്ചു. പത്തനംതിട്ടയിൽ നിന്ന് യാത്ര പുറപ്പെട്ടയുടൻ മൈലപ്രയിൽ തടഞ്ഞിരുന്നു. നാമി ദിനേശ് വീണ്ടും ചേരുന്നുണ്ട്. നാമി, റോബിൻ ബസ് വീണ്ടും സർവീസ് തുടങ്ങിയിരിക്കുന്നു. 2 വട്ടം MVD തടഞ്ഞിരിക്കുന്നു. മറ്റ് വിശദാംശങ്ങൾ എന്താണ്? യാത്ര തുടരുകയാണ്. ധന്യ, ഇന്ന് രാവിലെയായിരുന്നു പെർമിറ്റ് ലംഘനത്തെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത ശേഷം വിട്ടയച്ച റോബിൻ ബസ് വീണ്ടും സർവീസ് ആരംഭിച്ചത്. പത്തനംതിട്ട കോയമ്പത്തൂർ റൂട്ടിലായിരുന്നു ബസ് സർവീസ്. പുലർച്ചെ 5-ന് പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെട്ട ബസ് 2 കിലോമീറ്റർ പിന്നിട്ട് മൈലപ്രയിൽ എത്തിയപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് തടഞ്ഞുവെച്ച് പരിശോധന നടത്തി. അതിനുശേഷം യാത്ര തുടരുകയും ചെയ്തു. പിന്നീടാണ് മൂവാറ്റുപുഴ അടുത്തെത്തിയപ്പോൾ വീണ്ടും മോട്ടോർ വാഹന വകുപ്പ് തടഞ്ഞു നിർത്തി പരിശോധിച്ചത്. ബസ്സിനുള്ളിൽ അടക്കം യാത്രക്കാരുടെ പാസ് അടക്കം ടിക്കറ്റ് അടക്കം നോക്കി പരിശോധിച്ചു. ഒപ്പം തന്നെ ഈ ബസ്സിന്റെ വേണ്ട രീതിയിലുള്ള രേഖകളെല്ലാം അടക്കം മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുകയും ചെയ്തു. പക്ഷേ നിയമലംഘനമായി ഒന്നും തന്നെ കണ്ടെത്തിയില്ല. ഇതിനെ തുടർന്ന് ബസ് വിട്ടയക്കുകയും ചെയ്തു. ഇനിയും നിയമലംഘനം ഉണ്ടായാൽ ബസ് വീണ്ടും പിടിച്ചെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ ബസിന്റെ ഉടമ ബേബി ഗിരീഷ് ഉൾപ്പെടെ ബസ്സിൽ ഉണ്ടായിരുന്നു. വലിയൊരു പ്രതിഷേധമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. യാതൊരു കാരണവുമില്ലാതെ ഇത്തരത്തിൽ 2 അതായത് സർവീസ് ആരംഭിച്ച് 2 ബസ് അനാവശ്യമായിട്ടുള്ള ചെക്കിങ്ങിന്റെ പേരിൽ ഇത്തരത്തിൽ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതൊരു ചൂഷണം തന്നെയാണ് തനിക്കെതിരെ നടത്തുന്നത്. ഇതിനെതിരെ രൂക്ഷമായി തന്നെയാണ് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ ബസ് വീണ്ടും സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. നന്ദി.